ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ ഈ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളതിൻ്റെ ഡിബഞ്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തതിൻ്റെ മീനിങ്ങും അതുപോലെ റിഡംഷൻ എന്താണെന്ന് നമ്മൾ നോക്കി. അതുപോലെ 6 കേസിലായിട്ടാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ റിഡംഷൻ്റെ കണ്ടീഷനും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ 6 കണ്ടീഷൻസ് മൊത്തം ഉണ്ടായിരുന്നു. അതിൽ 3 കണ്ടീഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഇഷ്യൂ അറ്റ് പാർ, റിഡംഷൻ അറ്റ് പാർ, ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പാർ, ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പാർ. ഈ 3 കേസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇനി 4th കേസാണ് ഇഷ്യൂ അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്, പക്ഷെ റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്. ഇഷ്യൂ ചെയ്യുന്ന 100 രൂപയുടെ ഡിബഞ്ചർ 100 രൂപയ്ക്ക് തന്നെയാണ് ഇഷ്യൂ ചെയ്യുക. പക്ഷെ നമ്മൾ റിഡംഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ 105 രൂപയ്ക്കോ 110 രൂപയ്ക്കോ നമ്മൾ റിഡംഷൻ നടത്തും. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നേരത്തെ പോലെ തന്നെ 2 കേസായിട്ട് നമ്മൾ പഠിക്കണം. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂവും അതുപോലെ അറ്റ് ദ ടൈം ഓഫ് റിഡംഷനും. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇഷ്യൂ സമയത്ത് തന്നെ റിഡംഷൻ്റെ കണ്ടീഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്, പക്ഷെ റിഡംഷൻ നടത്തേണ്ടത് പ്രീമിയത്തിലാണ്. ഞാൻ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യുമ്പോൾ കമ്പനിക്ക് നഷ്ടമാണ്. 100 രൂപയ്ക്ക് മേടിച്ച സാധനം ഞാൻ 110 രൂപയ്ക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 10 രൂപ നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനൊരു പ്രൊവിഷൻ ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ പേരാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അതാണ് നമ്മൾ, അല്ലെങ്കിൽ സാധാരണ അറ്റ് പാർ ആണെങ്കിൽ നമ്മൾ എന്ത് മതിയായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആണ് നമ്മൾ സാധാരണ അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇഷ്യൂ സമയത്തുള്ള ജേർണൽ എൻട്രി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ റിഡംഷൻ്റെ കണ്ടീഷൻസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കും വേണം. ആ സമയത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നടത്തും വേണം. കഴിഞ്ഞ 3 കേസിൽ നമ്മൾ ചെയ്യാതെ എന്തുകൊണ്ടായിരുന്നു? അതൊക്കെ റിഡംഷൻ അറ്റ് പാറായിരുന്നു. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ മേടിച്ചതിന് എത്രയും കുഴപ്പമില്ല, ഫേസ് വാല്യൂവിന് തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത്. കമ്പനിക്ക് പ്രത്യേകിച്ച് ലാഭമോ നഷ്ടമോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് കമ്പനിക്ക് നഷ്ടം ഉണ്ടാവുന്നത് കൊണ്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ സമയത്ത് തന്നെ നമ്മൾ നടത്തിയിരിക്കണം. അതാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് വന്നിരിക്കുന്നത്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി ആയിട്ട് അല്ലെങ്കിൽ അതിന് കോമ്പൻസേറ്റിംഗ് എൻട്രി ആയിട്ട് ക്രെഡിറ്റിൽ എന്ത് കൊടുക്കണം? പ്രീമിയം ഓൺ റിഡംഷൻ, റിഡംഷൻ സമയത്തുള്ള പ്രീമിയം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. എത്രയാണോ നമ്മൾ റിഡംഷൻ സമയത്തുള്ള പ്രീമിയം. ബാങ്ക് അക്കൗണ്ട് ഡെറ്ററിൻ്റെ നേരെ എത്രയാണ്? നമ്മൾ ആ പാറിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ സപ്പോസ് 100 ആണെങ്കിൽ 100. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 100 രൂപയുടെ സാധനം 110 രൂപയ്ക്കാണ് റിഡംഷൻ നടത്തുന്നത്. ആ 10 രൂപയാണ് അവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആയിട്ട് എഴുതേണ്ടത്. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 100 രൂപ തന്നെ. ദെൻ ടു പ്രീമിയം ഓൺ റിഡംഷൻ, എത്ര റിഡംഷൻ പ്രീമിയം? 10 രൂപ. അപ്പോൾ 10 രൂപ അവിടെ എഴുതാം. ഞാൻ എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 100, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 10, ടു ഡിബഞ്ചേഴ്സ് 100, ടു പ്രീമിയം ഓൺ റിഡംഷൻ 10. ഇതാണ് ഇഷ്യൂ സമയത്തുള്ള ജേർണൽ എൻട്രി വരുന്നത്. ഓക്കെ, ദെൻ ഇനി റിഡംഷൻ സമയത്തുള്ള ജേർണൽ എൻട്രി നോക്കാം. നമ്മൾ സാധാരണയാണെങ്കിൽ എന്താ എഴുതാറ്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നാണ് എഴുതാറ്. പക്ഷെ ഇവിടെ എന്താണ്? റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാണ്. നമ്മൾ പ്രീമിയത്തിൽ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് കൊടുക്കാറ്, അല്ലേ? നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് കൊടുക്കാറ്. അപ്പോൾ റിഡംഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഡെബിറ്റ് കൊടുക്കണം. നമ്മൾ നേരത്തെ ഇന്നലെ പഠിച്ചില്ലേ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് കൊടുക്കും, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരിക. പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ അതിന് ഡെബിറ്റ് വരും, ഡിസ്കൗണ്ടിലാണ് റിഡംഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ അതിന് ക്രെഡിറ്റ് വരും. അപ്പോൾ ഇങ്ങനെ ജേർണൽ എൻട്രി വരിക: ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട്. സാധാരണ ഇതിൻ്റെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആണ്. പക്ഷേ ഇത് റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലായതുകൊണ്ട് അതിന് നമ്മൾ ഡെബിറ്റ് കൊടുത്തു. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിന് നേരെ നമ്മൾ എത്ര രൂപയ്ക്കാണ് നമ്മുടെ ഫേസ് വാല്യൂ അത് എഴുതാം. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ 110 രൂപയാണെങ്കിൽ ഡിബഞ്ചേഴ്സിന് നേരെ 100 എന്ന് എഴുതാം. ദെൻ പ്രീമിയം ഓൺ റിഡംഷന് നേരെ 10 രൂപ എഴുതാം. മൊത്തം നമുക്ക് എത്ര രൂപ പോകും? 110 രൂപയാണ് പോവുക. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിന് നേരെ 110 എഴുതി. ദെൻ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ബാങ്കിൽ നിന്ന് കാശ് പോകണം. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എത്ര രൂപയാണ് നമുക്ക് എത്ര രൂപയാണ് പോണത്? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് പോണത് അതാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് 110. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 110 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോകും, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതായിട്ട് വരും. അപ്പോൾ അവിടെ 110 രൂപ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇഷ്യൂ അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം.
പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് കേസ് ഈസ് ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം. ഇതാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ഒരു നഷ്ടമുണ്ട്, റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ്, അപ്പോഴും ഒരു നഷ്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. ജേർണൽ എൻട്രിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിൽ പഠിച്ച ജേർണൽ എൻട്രിയും 4ാമത്തെ കേസിൽ പഠിച്ച ജേർണൽ എൻട്രിയും ഈ ജേർണൽ എൻട്രി തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കാരണം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ എമൗണ്ട് കാൽക്കുലേഷനിൽ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം എന്താ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എങ്ങനെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് 90 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 10 രൂപ ഡിസ്കൗണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് 90 രൂപയാണ് കിട്ടുക. അപ്പോൾ അതാണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ 90 rupees എഴുതി. ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 നഷ്ടങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് വന്ന നഷ്ടവും അതുപോലെ റിഡംഷൻ സമയത്ത് നമുക്ക് വന്ന പ്രീമിയത്തിൻ്റെ നഷ്ടവും അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിന് നേരെ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇഷ്യൂ ചെയ്യുന്നത് 10 രൂപ ഡിസ്കൗണ്ടിലും റിഡംഷൻ നടത്തുന്നത് 5 രൂപ പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഇഷ്യൂ സമയത്ത് നമുക്ക് 10 രൂപയുടെ നഷ്ടമുണ്ട്, റിഡംഷൻ സമയത്ത് 5 രൂപയുടെ നഷ്ടമുണ്ട്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ 5 രൂപ കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ വരണമെന്ന് വെച്ചാൽ ആ 10ഉം ഈ 5ഉം കൂടി കൂട്ടി 15 രൂപയാണ് ഇതിൻ്റെ നേരെ എഴുതേണ്ടത്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ നേരെ എഴുതേണ്ടത്. മനസ്സിലായ? നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിൽ റിഡംഷൻ നടത്തി. 2 സിറ്റുവേഷനിൽ വരുന്ന ലോസ് ഒറ്റയടിക്ക് ഈ ഒരു ജേർണൽ എൻട്രിയിൽ ആഡ് ചെയ്തിട്ട് എഴുതണം. നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു. 10 രൂപ കുറവിനാണ് ഇഷ്യൂ ചെയ്തത്, 5 രൂപ കൂട്ടിയിട്ടാണ് തിരിച്ചു കൊടുത്തത്. അപ്പോൾ 10ഉം 5ഉം കൂടി കൂട്ടി 15 രൂപ എന്നാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന് നേരെ എഴുതേണ്ടത്. ഓക്കെ. ദെൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വാല്യൂ. സാധാരണ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ ഡിബഞ്ചേഴ്സിന് നേരെ എഴുതാറ്. ആ ഡിബഞ്ചേഴ്സിന് നേരെ ഫേസ് വാല്യൂ എഴുതി. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ. എത്രയാണ് നമ്മുടെ പ്രീമിയത്തെ സമയത്ത് റിഡംഷൻ സമയത്തുള്ള പ്രീമിയം എത്രയായിരുന്നു? 5 രൂപ. ഇവിടെ പിന്നെ 10 രൂപ വരേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എന്തുമാത്രം എഴുതിയാൽ മതി? റിഡംഷൻ പ്രീമിയം മാത്രം എഴുതിയാൽ മതി. അങ്ങനെയല്ല എഴുതിയേക്കണം. പ്രീമിയം ഓൺ റിഡംഷൻ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 5 രൂപയാണ് അവിടെ എഴുതേണ്ടതായിട്ട് വരിക. ഓക്കെ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. 4ാമത്തെ കേസിലും 5ാമത്തെ കേസിലും ജേർണൽ എൻട്രിക്ക് യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ എമൗണ്ട് കാൽക്കുലേഷനിൽ ആ 2ാമത്തെ എൻട്രിക്ക് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അതായത് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇഷ്യൂ സമയത്തുണ്ടായ നഷ്ടവും അതുപോലെ റിഡംഷൻ സമയത്തുണ്ടായ നഷ്ടവും നമ്മൾ പരിഗണിക്കണം. ഇഷ്യൂ സമയത്തുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തത്. ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 10 രൂപ. റിഡംഷൻ സമയത്തുണ്ടായ നഷ്ടം നമ്മൾ പ്രീമിയത്തിലാണ് തിരിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 5 രൂപ. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് 15 രൂപ എന്നാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന് നേരെ എഴുതേണ്ട എമൗണ്ട്. ദെൻ ഡിബഞ്ചേഴ്സിന് നേരെ നമ്മൾ ഫേസ് വാല്യൂ എഴുതുക. ദെൻ പ്രീമിയം ഓൺ റിഡംഷന് നേരെ നമ്മൾ റിഡംഷൻ സമയത്ത് ഇഷ്യൂ കൊടുത്തിട്ടുള്ള നമ്മുടെ പ്രീമിയം അതായത് 5 രൂപ മാത്രമേ അവിടെ എഴുതേണ്ട ആവശ്യം ഉള്ളൂ. ഓക്കെ. ദെൻ ഇനി അടുത്തതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം അറ്റ് പ്രീമിയം ആണെങ്കിൽ നമ്മൾ നേരത്തെ 4ാമത്തെ സ്റ്റെപ്പിൽ എന്താ എഴുതിയത്? പ്രീമിയം ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതങ്ങനെ എഴുതിയാൽ മതി. ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള എൻട്രിക്ക് മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ. മറ്റേത് സെയിം ആണ്. അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. പ്രീമിയത്തിലാണ് നമ്മൾ റിഡംഷൻ. അപ്പോൾ നമ്മൾ ഇഷ്യൂ പ്രീമിയത്തിലാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, റിഡംഷൻ പ്രീമിയത്തിലാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. സോ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നേരത്തെ അതേ ജേർണൽ എൻട്രി തന്നെ. അതിൽ ഡിബഞ്ചേഴ്സിൻ്റെ നേരെ നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ എഴുതുക. പ്രീമിയത്തിൻ്റെ നേരെ എത്ര എമൗണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 5 രൂപ. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നേരെ രണ്ടും കൂടി കൂട്ടിയ 105 രൂപ എഴുതി. ദെൻ ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ 4ാമത്തെ കേസിൻ്റെ ജേർണൽ എൻട്രിയും അതുപോലെ 5ാമത്തെ കേസിൻ്റെ ജേർണൽ എൻട്രിയും നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ എമൗണ്ട് കാൽക്കുലേഷനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം. അതും ഇഷ്യൂ സമയത്ത് മാത്രം. റിഡംഷൻ സമയത്തുള്ള ജേർണൽ എൻട്രിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ. Then the 6th case is issue at premium and redemption at premium. ഇതും എന്താണ്? നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ട പ്രീമിയത്തിലും റിഡംഷൻ പ്രീമിയത്തിലുമാണ് നടത്തുന്നത്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വിലയ്ക്ക് ഇഷ്യൂ ചെയ്യണം. ദെൻ കൊടുക്കുന്നതും കൂടുതൽ വിലയ്ക്ക് തന്നെ കൊടുക്കണം. നോക്കാം. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ടു
പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. സാധാരണ ഇഷ്യൂ അറ്റ് പ്രീമിയം ആണെങ്കിൽ നമ്മൾ എന്താ ജേർണൽ എൻട്രി എഴുതാം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അതാണ് ഇഷ്യൂ അറ്റ് പ്രീമിയം മാത്രമാണെങ്കിൽ നമ്മൾ ജേർണൽ എൻട്രി എഴുതേണ്ടത്. അത് തന്നെ ഇവിടെ എഴുതിയേക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. പക്ഷേ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? റിഡംഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നമ്മളിവിടെ എഴുതണം. ഇവിടെ റിഡംഷൻ എങ്ങനെ നടത്തുന്നത്? പ്രീമിയത്തിലാണ്. റിഡംഷൻ പ്രീമിയത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി എവിടെ കാണിക്കണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. എന്തെന്ന്? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കും വേണം. അതിൻ്റെ കോമ്പൻസേറ്റിംഗ് എൻട്രി നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റും ചെയ്യും വേണം. നമ്മൾ 4ാമത്തെ കേസിൽ അങ്ങനെയല്ല പഠിച്ചത്. 4ാമത്തെ കേസിലും 5ാമത്തെ കേസിലും അത് തന്നെ വരും ചെയ്യും. എക്സ്ട്രാ ആയിട്ട് എന്ത് വന്നു? ആ ഇഷ്യൂ പ്രീമിയത്തിലായതുകൊണ്ട് അതിൻ്റെ ഒരു ജേർണൽ എൻട്രി അതിൻ്റെ ഇടയിൽ കയറി വന്നു. അത്ര മാത്രം വ്യത്യാസമല്ലോ. ഓക്കെ, അപ്പോൾ ജേർണൽ എൻട്രി എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം ടു പ്രീമിയം ഓൺ റിഡംഷൻ. അപ്പോൾ 4ാമത്തെയും 6ാമത്തെയും കേസ് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. 5ാമത്തെ കേസ് ഇതിൽ കൂട്ടി കഴിക്കണ്ട. കാരണം ആ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ 5ാമത്തേൽ കാൽക്കുലേഷൻ വ്യത്യാസമുണ്ട്. അതിൽ ഈ 4ാമത്തെ കേസിലും 6ാമത്തെ കേസിലും ആ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ എമൗണ്ട് കാൽക്കുലേഷൻ സെയിം തന്നെയാണ്. അപ്പോൾ അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് എഴുതാം നമ്മുടെ എത്ര എമൗണ്ട് ആണ് നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടി കൂടിയ എമൗണ്ട് 10 രൂപ പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ 110 രൂപ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ എന്ന് എഴുതണം? 110 രൂപ എന്ന് എഴുതണം. ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന് നേരെ നമ്മൾ റിഡംഷൻ 5 രൂപ പ്രീമിയത്തിലാണെന്ന് വെച്ചാൽ അവിടെ എത്ര എഴുതണം? 5 രൂപ എന്ന് എഴുതണം. ദെൻ ഡിബഞ്ചേഴ്സ് നമ്മൾ ഫേസ് വാല്യൂ എന്ന് എഴുതുന്നത് ദാറ്റ് ഈസ് 100. സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം, അതായത് 10 രൂപ. ദെൻ പ്രീമിയം ഓർ റിഡംഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റിഡംഷൻ സമയത്തുള്ള പ്രീമിയം 5 രൂപ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര രൂപ ഇൻക്ലൂഡിങ് പ്രീമിയം എത്ര വരും നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇഷ്യൂ ചെയ്യേണ്ടത് 10 രൂപ പ്രീമിയത്തിലും റിഡംഷൻ നടത്തേണ്ടത് 5 രൂപ പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 100 + 10 110 രൂപ കിട്ടും. അതാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് നേരെ എഴുതേണ്ടത് 110. ദെൻ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ റിഡംഷൻ പ്രീമിയം അതിന് എത്രയാണ് പറഞ്ഞത്? 5 രൂപ എന്നാണ് പറഞ്ഞത്. അത് എഴുതി 5 രൂപ എഴുതാം. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, എപ്പോഴും ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിന് നേരെ ഫേസ് വാല്യൂ ആണ് എഴുതേണ്ടത്. എത്രയാണ്? 100 രൂപ. ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം ഇഷ്യൂ സമയത്തുള്ള പ്രീമിയം എത്ര രൂപയാണ്? 10 രൂപ. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ, റിഡംഷൻ സമയത്തുള്ള പ്രീമിയം അത് എത്രയാണ്? 5 രൂപ. അപ്പോൾ അങ്ങനെയാണ് വരിക. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 110, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 5, ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 100, ടു സെക്യൂരിറ്റീസ് പ്രീമിയം 10, ടു പ്രീമിയം ഓൺ റിഡംഷൻ 5. അങ്ങനെയാണ് അതിൻ്റെ ജേർണൽ എൻട്രി വരിക ഇഷ്യൂസ് അങ്ങനെ സമയത്ത്. ഇനി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ അതേ ജേർണൽ എൻട്രി തന്നെയാണ്. റിഡംഷൻ പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് കൊടുക്കണം. സോ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സിന് അക്കൗണ്ടിന് നേരെ ഫേസ് വാല്യൂ എഴുതാം. പ്രീമിയം ഓൺ റിഡംഷൻ സമയത്തുള്ള പ്രീമിയം എമൗണ്ട് ആയി ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലത്തെ 5 രൂപ എഴുതാം. രണ്ടും കൂടി കൂട്ടിയ എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിന് നേരെ എഴുതാം. പിന്നെ എന്ത് ചെയ്യുക? അത് നമ്മുടെ ബാങ്കിൽ നിന്ന് പോയി. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജേർണൽ എൻട്രി അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച 3ഉം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ആദ്യത്തെ കേസ് എന്തായിരുന്നു? ഇഷ്യൂ പ്രീമിയം പാറിലും റിഡംഷൻ പ്രീമിയത്തിലുമാണ്. പക്ഷെ നമ്മൾ പ്രീമിയത്തിലാണെങ്കിലും പാറിലാണെങ്കിലും റിഡംഷൻ പ്രീമിയത്തിലാണെങ്കിലും അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതണം. അപ്പോൾ ഈ 3 കേസിലും അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ സെയിം ജേർണൽ എൻട്രിയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. നോക്കിയൊക്കെ 4ത്തിലും 5ത്തിലും 6ത്തിലും സെയിം ജേർണൽ എൻട്രി ആണ് അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. അപ്പോൾ അത് ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കി എല്ലാത്തിലും സെയിം ആണ് വരിക. ദെൻ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ആണ് ശ്രദ്ധിക്കേണ്ടത്. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂവിലെ 4ത്തിൻ്റെയും 5ത്തിൻ്റെയും ജേർണൽ എൻട്രി സെയിം ആണ്, പക്ഷേ എമൗണ്ട് കാൽക്കുലേഷൻ വ്യത്യാസമുണ്ട്. ദെൻ 4ത്തിൻ്റെയും 6ത്തിൻ്റെയും എമൗണ്ട് കാൽക്കുലേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ അവിടെ 6ത്തിൽ ഒരു എക്സ്ട്രാ എൻട്രി ഇഷ്യൂ പ്രീമിയത്തിലായതുകൊണ്ടുള്ള ഒരു എക്സ്ട്രാ എൻട്രി വരുന്നു, മാത്രം ഒരു വ്യത്യാസം വരണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് 3ഉം കമ്പയർ ചെയ്ത് പഠിച്ചാലാണ് നമ്മുടെ മൈൻഡിൽ നിൽക്കുള്ളൂ. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഒരു തവണ ഞാൻ ഇത് സെയിം ക്ലാസ് എടുത്തിട്ടുള്ളത് തന്നെയാണ്, ഞാൻ വീണ്ടും എടുക്കണം. നിങ്ങൾക്ക് ഡബിൾ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇത് പഠിച്ചാൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും പഠിപ്പ് കഴിഞ്ഞു, അതുപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും പഠിപ്പ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത്രയ്ക്ക് സ്ട്രെസ് എടുത്തിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം, എന്നാലാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ഈ 4, 5, 6 ഇന്നലെ പഠിച്ച 1, 2, 3 വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. ഇന്ന് പഠിച്ച ഈ 3 എണ്ണമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ.
നമുക്കൊരു പ്രോബ്ലം, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഒരു പ്രോബ്ലം നോക്കി നോക്കാം. 14% ഡിബഞ്ചേഴ്സ് ഓഫ് ₹4 lakh ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് പാർ. നമ്മൾ ഇന്നലെ പഠിച്ച കേസാണ്. ഇഷ്യൂവും പാറിലെ റിഡംഷനും പാറിൽ. അപ്പോൾ എളുപ്പമാണ്. എന്താണ് ഇതേപോലെ തന്നെ 2 സെക്ഷനായിട്ട് എഴുതാം. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. എന്താണ് 4 lakh യാതൊരു വ്യത്യാസവും ഇല്ല. റിഡംഷനും പാറിലാണ്. അപ്പോൾ എന്താണ് അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 4 lakh ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 4 lakh. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഫോം ഇതാണ്. ഇഷ്യൂവും പാറിൽ, റിഡംഷനും പാറിൽ. അപ്പോൾ ജസ്റ്റ് ആ ജേർണൽ എൻട്രി എഴുതാം. യാതൊരു എമൗണ്ട് കാൽക്കുലേഷനിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ എമൗണ്ടുകൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ, അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതാം. Next question, 14% debentures of ₹4 lakh issued at a discount and redeemable at par. ഇഷ്യൂ മാത്രം ഡിസ്കൗണ്ടിൽ, റിഡംഷൻ പാറിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച രണ്ടാമത്തെ കേസാണ് ഇതിൽ വരിക. അപ്പോൾ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിലായതുകൊണ്ട് ഇഷ്യൂ ഡിസ്കൗണ്ടിലാണെങ്കിൽ അതിന് നമ്മൾ ഡെബിറ്റ് കൊടുക്കണം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ഇഷ്യൂ ആണ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡെബിറ്റ് ആണ് കൊടുക്കേണ്ടത്. സോ ജേർണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അതാണ് നമ്മുടെ ജേർണൽ എൻട്രി വരിക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട്, ഇഷ്യൂ ഡിസ്കൗണ്ടിലായതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് കൊടുക്കുക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അതിലെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ നിന്ന് എന്ത് എഴുതണം? ഫേസ് വാല്യൂ എഴുതണം. എത്രയാണ് ഫേസ് വാല്യൂ? 4 lakh. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ 4 lakh എഴുതി. ദെൻ ബാങ്കിലേക്ക് എത്ര ക്യാഷ് വന്നിട്ടുണ്ടാവും? 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 4 ലക്ഷത്തിൻ്റെ 10% കുറച്ച് ബാക്കിയുള്ള എമൗണ്ടേ നമുക്ക് കിട്ടുള്ളൂ. കാരണം നമ്മൾ വില കുറവിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. വില കുറവെന്ന് പറയുന്നത് 10%. അപ്പം നമ്മുടെ 4 lakhസിൻ്റെ 10% കുറച്ചിട്ടുള്ള എമൗണ്ടേ നമ്മുടെ ബാങ്കിലേക്ക് വരുള്ളൂ. അപ്പം എങ്ങനെ കണ്ടുപിടിക്കുക? 4 lakh മൈനസ് 4 lakhൻ്റെ 10%. 4 lakhൻ്റെ 10% എന്ന് ഉദ്ദേശിക്കുന്നത് 40,000. അത് 4 lakhൻ്റെ ലെസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 3,60,000 കിട്ടും. സോ ബാങ്ക് അക്കൗണ്ടിന് നേരെ എത്ര എഴുതാം? 3,60,000 എന്ന് എഴുതി. ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ എത്ര രൂപ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്? 40,000. അതാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന് നേരെ എഴുതേണ്ടത് 40,000. അതായത് 4 lakhൻ്റെ 10%. അപ്പോൾ ജേർണൽ എൻട്രി എങ്ങനെ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 3,60,000 ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 40,000 ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 4 lakh. അങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു തരാം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിന് നേരെ നമ്മൾ ഫേസ് വാല്യൂ എഴുതി, ദാറ്റ് ഈസ് 4 lakh. ബാങ്ക് അക്കൗണ്ടിന് നേരെ നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തതുകൊണ്ട് 10% കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. സോ 4 lakhൽ നിന്ന് 4 lakhൻ്റെ 10% ആയ 40,000 ലെസ് ചെയ്തു. ബാക്കി എത്രയുണ്ട്? 3,60,000. അതാണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ എഴുതേണ്ടത്. ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ നേരെ ഈ 4 lakhൻ്റെ 10% എമൗണ്ട് ആയ 40,000 എഴുതി. So bank account debtor 3,60,000, discount on issue of debentures account debtor 40,000 to debentures 4 lakh. Okay. Then അടുത്ത എന്താണ്? അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ കഴിഞ്ഞു. ദെൻ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ്റെ നേരെ എഴുതുക. എന്താണ് നമ്മൾ ഈ റിഡംഷൻ എങ്ങനെയാണ്? അറ്റ് പാറിലാണ്. അപ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല. എന്തെന്ന് എഴുതിയാൽ മതി? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എത്ര രൂപ? നമ്മൾ 4 lakh തന്നെ തിരിച്ചു കൊടുക്കണം. കാരണം നമ്മൾ അറ്റ് പാറിലാണ്. അപ്പോൾ 4 lakh തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുക. 4 lakh. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 4 lakhും ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് പാറിൽ റിഡീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഇഷ്യൂൻ്റെ ജേർണൽ എൻട്രിയിൽ മാത്രം വ്യത്യാസമുള്ള, റിഡംഷൻ്റെ യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, താങ്ക് യു.